നമസ്കാരം. ഗ്ലോബൽ സമയത്തിലേക്ക് സ്വാഗതം. ഇന്ന് വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുക എന്നത് ഭൂരിഭാഗം ആളുകളുടെയും സ്വപ്നമായിരിക്കും. ഇതിനായി പലരുടെയും ലിസ്റ്റിലുള്ള ആദ്യ രാജ്യം US ആയിരിക്കും. എന്നാൽ US എത്തിപ്പെടുക എന്നത് കുറച്ച് വെല്ലുവിളികളുള്ള കാര്യമാണ്. പലർക്കും വേഗത്തിൽ തന്നെ US സർവകലാശാലകളിൽ പ്രവേശനം കിട്ടാറുണ്ട്. എന്നാൽ വില്ലനാകുന്നത് US വിസ ഇന്റർവ്യൂ ആണ്. എന്തുകൊണ്ടാണ് ഒരാൾക്ക് വിസ കിട്ടുന്നതും മറ്റൊരാൾക്ക് ലഭിക്കാത്തതും? ഇതിന് പിന്നിലെ വല്ല പ്രത്യേക പാറ്റേണും ഉണ്ടോ? അടുത്തിടെ ഹൈദരാബാദ് കോൺസുലേറ്റിൽ വിസ ഇന്റർവ്യൂവിന് പോയ ബംഗളൂരു സ്വദേശിയുടെ അനുഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. ഒരേ ദിവസം ഒരേ സമയം ഒരേ കോൺസുലേറ്റിൽ നടന്ന ഇന്റർവ്യൂകളിൽ എങ്ങനെയാണ് വ്യത്യസ്തമായ ഫലങ്ങൾ ഉണ്ടായത്? നമുക്ക് നോക്കാം. ബംഗളൂരുവിലെ ജെൻ AI ആർക്കിടെക്റ്റായ മിഥിലേഷ് കുമാർ തന്റെ വിസ അനുഭവം പങ്കുവെച്ച് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. മിഥിലേഷ് 10 വർഷത്തിലധികം IT മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള വ്യക്തിയാണ്. വാഷിംഗ്ടണിലെ യൂണിവേഴ്സിറ്റിയിൽ MBA പഠനത്തിനായിട്ടാണ് അദ്ദേഹം വിസയ്ക്ക് അപേക്ഷിച്ചത്. അദ്ദേഹത്തിന് $70,000 മെറിറ്റ് സ്കോളർഷിപ്പും ലഭിച്ചിരുന്നു. വിസ പ്രക്രിയയിൽ നിങ്ങൾക്ക് പ്രവചിക്കാൻ കഴിയുന്ന ഒരു പാറ്റേണും നിലവിലില്ല എന്നാണ് മിഥിലേഷ് പറയുന്നത്. ഇന്റർവ്യൂ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മറ്റു വിദ്യാർത്ഥികളെയും മിഥിലേഷ് നിരീക്ഷിച്ചിരുന്നു. അവിടെ നടന്നത് തികച്ചും അപ്രതീക്ഷിതമായ കാര്യങ്ങളായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബിരുദ പഠനത്തിന് പോകാൻ എത്തിയ പെൺകുട്ടിയുടെ അപേക്ഷ ആദ്യം നിരസിക്കപ്പെട്ടു. എന്നാൽ തൊട്ടു പിന്നാലെ വന്ന 2 പെൺകുട്ടികൾക്ക് വിസ ലഭിച്ചു. അതിനുശേഷം ഒരു PhD ഉദ്യോഗാർത്ഥിക്കും ന്യൂയോർക്കിലേക്ക് MBAക്ക് പോകുന്ന മറ്റൊരാൾക്കും വിസ കിട്ടി. എന്നാൽ മിഥിലേഷിനെ അത്ഭുതപ്പെടുത്തിയത് മറ്റൊരു കാര്യമാണ്. 2 മണിക്കൂറോളം വിസ ക്യൂവിൽ ഒപ്പമുണ്ടായിരുന്ന ഹ്യൂസ്റ്റൺ സർവകലാശാലയിൽ MS മെറ്റീരിയൽ സയൻസിന് പോകാനിരുന്ന വിദ്യാർത്ഥിയുടെ അപേക്ഷ മിഥിലേഷിന് തൊട്ടു പിന്നാലെ നിരസിക്കപ്പെട്ടു. മിഥിലേഷിന്റെ വിസ ഇന്റർവ്യൂ വെറും 2 മിനിറ്റിൽ താഴെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിസ ഓഫീസർ ചോദിച്ച ചോദ്യങ്ങൾ വളരെ കൃത്യമായിരുന്നു. ഇത്രയും കാലം IT മേഖലയിൽ ജോലി ചെയ്തിട്ട് ഇപ്പോൾ എന്തിനാണ് MBA ചെയ്യുന്നത് എന്നായിരുന്നു പ്രധാന ചോദ്യം. തന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് വ്യക്തമായ മറുപടി നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 10 വർഷം ജെൻ AI മേഖലയിൽ ജോലി ചെയ്ത ശേഷം എനിക്ക് മാനേജ്മെന്റ് തലത്തിലേക്ക് മാറണമെന്നാണ് ആഗ്രഹമെന്ന് മിഥിലേഷ് പറഞ്ഞു. കൂടാതെ യൂണിവേഴ്സിറ്റി എനിക്ക് വലിയൊരു തുക സ്കോളർഷിപ്പും നൽകിയിട്ടുണ്ട് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ മറുപടിയിൽ സംതൃപ്തനായ വിസ ഓഫീസർ ഉടൻ തന്നെ വിസ അനുവദിച്ചു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. പലരും വിസ ഇന്റർവ്യൂവിന് പോകുമ്പോൾ 500 പേജുള്ള ഡോക്യുമെന്റുകൾ കൊണ്ടുപോകുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എന്നാൽ അതല്ല ചെയ്യേണ്ടുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. വിസ ഓഫീസർക്ക് നിങ്ങളുടെ 100 കണക്കിന് രേഖകൾ നോക്കാൻ സമയമില്ല. നിങ്ങൾ ആരാണ്? എന്തിനാണ് US പോകുന്നത്? പഠനം കഴിഞ്ഞ് തിരികെ വരുമോ? ഈ 3 ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരമാണ് അവർക്ക് വേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ അത് പറയാൻ ശ്രദ്ധിക്കണം. വിസ ഇന്റർവ്യൂവിന് പോകുന്നവർ ഇതിന് തന്നെ ശ്രദ്ധ നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്റർവ്യൂവിൽ ഒരു മെഷീനെ പോലെ ഉത്തരം പറയരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. കൃത്രിമമായി പഠിച്ചു വെച്ച ഉത്തരങ്ങൾ വിസ ഓഫീസർമാർക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കും. അങ്ങനെ വന്നാൽ ചിലപ്പോൾ നിങ്ങളുടെ വിസയെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗാർത്ഥി വളരെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മറുപടികളായിരുന്നു പറഞ്ഞതെന്ന് മിഥിലേഷ് പറയുന്നു. അവരുടെ ഉത്തരം വിസ ഓഫീസർക്ക് ഇഷ്ടമായതുമില്ല. അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ വിസ റിജക്റ്റ് ആയി എന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയെ സൂചിപ്പിക്കുന്നു എന്ന് ഗ്രാൻഡ് റൈറ്റ് സ്ഥാപകൻ അമൽ സിംഗ് പറഞ്ഞു. ഇത് വിസ ലഭിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. US വിസ എന്നത് ഭാഗ്യം കൊണ്ട് മാത്രം ലഭിക്കുന്ന ഒന്നാണെന്ന് കരുതരുത്. മറിച്ച് നിങ്ങളുടെ ലക്ഷ്യബോധം എത്രത്തോളം കൃത്യമായി വിസ ഓഫീസറെ ബോധ്യപ്പെടുത്തുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്നാണ് മിഥിലേഷ് പറയുന്നത്. ഒരിക്കൽ വിസ നിരസിക്കപ്പെട്ടാൽ ആരും തകർന്നു പോകരുത്. എന്തുകൊണ്ടാണ് വിസ നിരസിക്കപ്പെടുന്നത് എന്ന് കണ്ടെത്തി വീണ്ടും ശ്രമിക്കുക.